ഹലോ. അപ്പം നമുക്കൊരു ഈവനിങ് ഡേ ഔട്ട് കണ്ടാലോ? അപ്പം ഞാനും അമ്മയും വസുകുട്ടനും ചേച്ചിയും ചേട്ടനും അനിയത്തിയും കേശൂട്ടനും എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നില്ല. പിന്നെ അച്ചു ആണെങ്കിൽ വർക്കിന് പോയേക്കുവാണ്. അവൻ വരാൻ എന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നാമത് ഇങ്ങനെ കടൽ കയറി കിടക്കുന്നതുകൊണ്ട് ബീച്ചിലേക്കൊന്നും ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കേശുവിന് അവിടെ എത്തിയപ്പോഴേക്കും എന്തെങ്കിലും ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് അവിടുത്തെ മൊമെൻ്റൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. അതുപോലെ നമ്മൾ ആ പോയ സമയം ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല രസമുള്ള ടൈമൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഇറങ്ങാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവരിങ്ങനെ ആ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പം ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെന്താ കുറേ സമയം അവിടെ നിന്നു ഞങ്ങൾ. അങ്ങനെ കാര്യമായിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പുറത്ത് നിന്ന് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനേ പറ്റുള്ളൂ. ബസ് കാറിൽ കയറി കുറേ സമയം കളിച്ച് കഴിഞ്ഞിട്ട് അവനങ്ങ് ഉറക്കം പിടിച്ച്. ഇവിടെ ബീച്ചിൽ വന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൻ ഫുൾ ഉറക്കമായിരുന്നു. ബീച്ചിൽ നിന്ന് പോകും വരെയും ആൾ ഉറക്കമായിരുന്നു. പിന്നെ ബീച്ചിലെ മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മളന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കോവളം കഴിഞ്ഞ് പിന്നെ അടുത്ത് നമുക്ക് വിഴിഞ്ഞമല്ലേ. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും സീ ഫുഡിൻ്റെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ ഉസ്താദ് ഹോട്ടലിൽ പോയി അവിടെ ചെന്ന് സീ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. അപ്പോൾ എന്താ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ഒരു ആവൂലിയും പിന്നെന്താ പ്രോൺസും ഒക്കെ പറഞ്ഞു. കേശുവിനും പ്രോൺസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പുട്ടും അപ്പവും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. ഞങ്ങൾ കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പിന്നെ അന്താരാഷ്ട്ര ചർച്ചയിലാണ് ഫോണിൽ. ഞങ്ങൾ ഫുഡിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡ് വന്നു. വസുവിന് കുറച്ച് അപ്പം മാത്രമേ കൊടുത്തുള്ളൂ. അവിടുത്തെ ഫിഷ് കറിയൊക്കെ നല്ല എരിയായതുകൊണ്ട് കുറച്ച് അപ്പമൊക്കെ കൊടുത്ത് അവനെ മാനേജ് ചെയ്തു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.